ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 16 റൺസിന് പരാജയപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ്. വിക്കറ്റിന് പിന്നിലും മുന്നിലും നിറഞ്ഞാടിയ സഞ്ജു സാംസണാണ് രാജസ്ഥാന്റെ വിജയശില്പി. അവസാനം വരെ പൊരുതിയ ചെന്നൈ രാജസ്ഥാന്റെ കൂറ്റൻ സ്കോറായ 216-നെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തു. വെറ്ററൻ ബാറ്റ്സ്മാൻ ഫാഫ് ഡുപ്ലസിയാണ് ടോപ്പ് സ്കോററായത്. ഡുപ്ലസി 37 പന്തിൽ നിന്ന് 72 റൺസ് എടുത്തു. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയും അവസാന ഓവറുകളിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചു. ധോണി 17 പന്തിൽ നിന്ന് 29 റൺസ് എടുത്തു. 3 സിക്സും മുൻ ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. എന്നാൽ 74 റൺസും ഒപ്പം വിക്കറ്റിന് പിന്നിൽ 2 ക്യാച്ചും 2 സ്റ്റംപിംഗുമായി സഞ്ജു സാംസൺ ഒരു പടി മുന്നിൽ നിന്നു. ഷാർജ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു വർഷം 98 ഓർമ്മയിലേക്ക് വരുന്ന ഒരു താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ സ്റ്റീവോ നയിച്ച ഓസ്ട്രേലിയ ആ ഷോട്ടുകളെല്ലാമാണ്. അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം 2020 ഷാർജയിൽ നമ്മൾ വീണ്ടും കണ്ടത്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ എത്ര മനോഹരമായി കളിക്കുന്നു. 74 റൺസ്. അതിലേറ്റവും രസം ഉള്ളത്, അതായത് അദ്ദേഹം പായിച്ചത് 9 സിക്സറുകളാണ്. T20 ക്രിക്കറ്റിൽ ഇത്രയും സിക്സറുകൾ ഒരു മത്സരത്തിൽ പായിച്ച താരമുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു ബൗണ്ടറി മാത്രം 32 പന്തിൽ 74 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. ഗംഭീരമായ ചടുലമായ ഇന്നിങ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല ഒരു തുടക്കമാണ്. മലയാളികൾക്കെല്ലാം സന്തോഷിക്കാവുന്ന നല്ല ഒരു തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ നായകൻ സ്റ്റീവൻ സ്മിത്ത് 69. രണ്ടുപേരും ചേർന്നപ്പോഴാണ് സ്കോർ 217 വന്നത്. അവിടെ ജോഫ്രെ ആർച്ചർ അവസാനത്തിൽ നേടിയ 4 സിക്സറുകൾ. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 17 സിക്സറുകളാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ ചെന്നൈക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. കാരണം ഇത്രയും 217 എന്ന ഒരു ടോട്ടലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല തുടക്കം ലഭിക്കണം. അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നു സ്പിന്നേഴ്സ് രാജസ്ഥാൻ റോയൽസ് നിരയിൽ വന്നതോടുകൂടി കാര്യങ്ങൾ മാറുന്നു. പെട്ടെന്ന് വിക്കറ്റുകൾ പോകുന്നു. പക്ഷേ അവസാനത്തിൽ പ്രത്യേകതയുണ്ട്. ഫാഫ് ഡുപ്ലസി എന്ന അദ്ദേഹം ഓപ്പണറായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ പഴയ ക്യാപ്റ്റൻ. നമ്മുടെ പഴയ ക്യാപ്റ്റൻ മഹേന്ദ്ര ധോണിയും കൂടി ഒരുമിച്ചപ്പോൾ നമ്മൾ കണ്ടത് മറ്റൊരു സിക്സർ വേട്ടയാണ്. അങ്ങനെ അവസാനത്തിലേക്ക് മത്സരം വളരെ ആവേശകരമായി പോകുന്ന ഒരു കാഴ്ച. ഡുപ്ലസിയും നേടുന്നുണ്ട് ഏകദേശം 7 സിക്സറുകളാണ് അദ്ദേഹം നേടിയത്. അങ്ങനെ ക്ലോസ് മാച്ച് ആയിരുന്നു. അവസാനത്തിലാണ് ഫാഫ് ഡുപ്ലസി പുറത്താവുന്നത്. അതോടുകൂടി കളി മാറി. അവസാന ഓവറിലേക്ക് വരുമ്പോൾ ചെന്നൈക്ക് ജയിക്കാൻ 38 റൺസ് വേണം. ടോം കർണായിരുന്നു ബോളർ. ആ 38 റൺസ് ഒരുപക്ഷെ ധോണി അവിടെ ഉണ്ട്, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 3 സിക്സറുകൾ അവസാനത്തിൽ പായിച്ചുവെങ്കിലും 200-ൽ അവരും അവസാനിച്ചു. അങ്ങനെ രാജസ്ഥാൻ റോയൽസിന് 16 റൺസിൻ്റെ ആധികാരിക ജയം. അതിലപ്പുറത്തേക്ക് നമുക്ക് മലയാളികൾക്ക് സന്തോഷിക്കാനുള്ളത് സഞ്ജു കരുത്തുറ്റ പ്രകടനവുമായിട്ട് ആദ്യ മത്സരം തന്നെ രാജകീയമാക്കി മാറ്റിയിട്ടുണ്ട്. ചെന്നൈ ആദ്യ മത്സരത്തിൽ ജയിച്ചവരാണ്. പക്ഷേ 2ാം മത്സരത്തിൽ തോറ്റിരിക്കുന്നു. എന്തായാലും 200+ സ്കോർ കണ്ട ഏറ്റവും നല്ല മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് 100% സഞ്ജു തന്നെ. സംസ്ഥാനത്ത് ഇന്നലെ 4125 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 3463 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 412 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 40,382 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിൽ 38,574 സാമ്പിളുകൾ പരിശോധിച്ചു. 3007 പേർ രോഗമുക്തി നേടി. മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 5 ടീമുകളെ വിന്യസിച്ചു. മഴക്കെടുതിയിൽ 5 മരണങ്ങളാണ് 3 ദിവസത്തിനിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സംസ്ഥാനത്തെ സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 37,600 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ ഗ്രാമിന് 4,700 രൂപയായി. തിങ്കളാഴ്ച ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 38,160 രൂപയിലായിരുന്നു വ്യാപാരം. രാജ്യസഭയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാർലമെന്റ് കവാടത്തിൽ നടത്തിവന്ന ധർണ പ്രതിപക്ഷ എംപിമാർ അവസാനിപ്പിച്ചു.
പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യസഭ പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നടപടി. NCP നേതാവ് ശരത് പവാർ സസ്പെൻഷനിലായ MP-മാർക്ക് ഐക്യദാർഢ്യവുമായി ഏകദിന നിരാഹാര ഉപവാസമിരിക്കുന്നു. വിവാദമായ കർഷക ബിൽ അവതരിപ്പിക്കുന്നതിനിടെയാണ് 8 MP-മാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ചത്. 2024 ഒരു വനിതയുൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ ചന്ദ്രനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നതായി നാസ വെളിപ്പെടുത്തി. $28 ബില്യൺ ചന്ദ്രനിലേക്കുള്ള യാത്രക്ക് നാസ കണക്കാക്കുന്നത്. ഇതിൽ $16 ബില്യൺ ലൂണാർ ലാൻഡിംഗ് മൊഡ്യൂളിന് വേണ്ടിയാകും ചിലവാക്കുക. കോവിഡ് മഹാമാരിക്കെതിരെ വിജയകരമായി മറ്റൊരു വാക്സിൻ കൂടി വികസിപ്പിച്ചെടുത്തെന്ന് റഷ്യ. സൈബീരിയയിലെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടാമത്തെ വാക്സിൻ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മാനവരാശിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ കണ്ടുപിടുത്തമെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെ പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തുമെന്ന വെല്ലുവിളിയുമായി ചൈനീസ് വ്യോമസേന. പസഫിക് സമുദ്രത്തിലെ ഗുവാം എയർബേസിന് നേർക്ക് ആക്രമണം നടത്തുന്നു എന്ന പ്രതീതിയിലുള്ള വീഡിയോയാണ് ചൈനയുടെ വ്യോമസേന പുറത്തുവിട്ടത്. സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നതിനായി 2020 ബാങ്കിംഗ് റെഗുലേഷൻ ബിൽ രാജ്യസഭ പാസാക്കി. ശബ്ദ വോട്ടോടുകൂടിയാണ് രാജ്യസഭ ബിൽ പാസാക്കിയത്. സെപ്റ്റംബർ 16 ലോക്സഭയിലും ബിൽ പാസാക്കിയിരുന്നു. നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഭേദഗതി കൊണ്ടുവരുന്നതെന്നും മൊറട്ടോറിയമില്ലാതെ സഹകരണ ബാങ്കുകളെ വേഗത്തിൽ വീണ്ടെടുക്കുന്നതിന് ഈ ഭേദഗതി സഹായിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. NDA എന്നാൽ നോ ഡാറ്റ അവൈലബിൾ എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പുതിയ നിർവചനമെന്ന് പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. കുടിയേറ്റ തൊഴിലാളികളുടെ മരണം മുതൽ കർഷക ആത്മഹത്യ വരെയുള്ള വിഷയങ്ങളിൽ വിവരങ്ങൾ ലഭ്യമല്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് ശശി തരൂരിന്റെ രൂക്ഷ വിമർശനം. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് സമാജ്വാദി പാർട്ടിയുടെ പ്രഖ്യാപനം. ലാലു പ്രസാദ് യാദവിന്റെ RJDക്ക് പിന്തുണ നൽകുമെന്നും അറിയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കാർഷിക ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പാർലമെന്റിനകത്തും തെരുവിലും പോരാടുമെന്നും മമത വ്യക്തമാക്കി. ട്വിറ്ററിലാണ് മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചത്. ജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി. സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലും രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി തീരുമാനം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. 2015 നിയമസഭയിലുണ്ടായ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ കോടതി തള്ളി. തിരുവനന്തപുരം CJM കോടതിയാണ് അപേക്ഷ തള്ളിയത്. കേസിലെ പ്രതികളായ 6 പേരും ഒക്ടോബർ 15 ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന പിണറായി സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളിയത് സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനേറ്റ തിരിച്ചടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനാധിപത്യത്തിനേറ്റ കളങ്കമായിരുന്നു അന്ന് നിയമസഭയിൽ നടന്നതെന്ന് സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരള നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം തള്ളിയ കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാരിവട്ടം പാലം പൊളിച്ചുപണിയാൻ സുപ്രീം കോടതി അനുമതി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അടിയന്തരമായി ഇടപെടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഭാരപരിശോധന നടത്തി അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയോ എന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഇതോടൊപ്പം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ബംഗളൂരുവിലുണ്ടായ കലാപത്തിന്റെയും ആക്രമണങ്ങളുടെയും അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഹമ്മദ് നബിയെ അവഹേളിച്ചെന്നാരോപിച്ച് ഒരു വിഭാഗം സംഘടിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് NIA അന്വേഷിക്കുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് അന്വേഷണം NIA ഏറ്റെടുക്കുന്നത്. ഫലസ്തീന്റെ പരമാധികാരം അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന ബഹ്റൈന്റെ പ്രഖ്യാപിത നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ഇസ്രായേലുമായുള്ള കരാർ ഏതെങ്കിലും രാഷ്ട്രത്തിനോ സമൂഹത്തിനോ എതിരല്ലെന്നും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ വ്യക്തമാക്കി. കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നതാണ് നേരത്തെ തന്നെയുള്ള ബഹ്റൈന്റെ പ്രഖ്യാപിത നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു.